ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു വീടുണ്ടാക്കലാണ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡിൽ ചെറിയൊരു ഫാം ഉണ്ടാക്കിയിരുന്നു. സത്യം പറഞ്ഞാൽ അത്ര വലിയ പണിയൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ഈ എപ്പിസോഡിൽ നമ്മളൊരു വീട് വയ്ക്കാൻ പോവാണ്. ഈ എപ്പിസോഡിലെ ടാർഗറ്റ് ഒന്നുള്ളൂ, വീട് ഉണ്ടാക്കുക. സോ കൂടുതൽ പറഞ്ഞാൽ ബോറടിപ്പിക്കില്ല, നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ പണിയൊക്കെ തുടങ്ങാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വയ്ക്കാം. നിങ്ങൾ ഇത് കണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതാണ് ഇത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം. ഇത് നമ്മുടെ സ്ട്രക്ചറാണ് ഗൈസ് വീടിൻ്റെ. അത് നമ്മൾ മാറ്റും, ഇതൊക്കെ നമ്മൾ പൊളിച്ചെടുക്കും. ഇന്നത്തെ വീഡിയോയിൽ ഗൈസ് നമുക്ക് അങ്ങനെ കാണാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെന്തായാലും ഇന്ന് വീടുണ്ടാക്കിയിട്ടേ പോവുള്ളൂ, അത് ഉറപ്പാണ്. നമുക്ക് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നെ ഇതാക്കാം. പറഞ്ഞെന്ന് മനസ്സിലായോ? നമുക്ക് വീട് ഡിസൈൻ ചെയ്യലൊക്കെ അടുത്ത എപ്പിസോഡിലോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റത്തെ എപ്പിസോഡിലൊക്കെ ആക്കാം. ഈ എപ്പിസോഡിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ വീടുണ്ടാക്കി വയ്ക്കുക, അത്ര തന്നെ ഉള്ളൂ. സോ ഗൈസ്, നൈറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ ഡേ 4 ആവാനായിട്ടുണ്ട്. എന്തായാലും നമുക്ക് വീടുണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും, കുറച്ചധികം. എന്തായാലും ഇപ്പം നിങ്ങൾ വെറുതെ അല്ലേ, ലൈക്കൊക്കെ ഒന്ന് അടിച്ചോ, കുഴപ്പമൊന്നുമില്ല. സോ ഗൈസ്, ഇത് ഡേ 4. പന്നിയിറച്ചിയൊക്കെ ഒന്ന് എടുക്കട്ടെ. മെയിനായിട്ട് ഈ എപ്പിസോഡിൽ നമുക്ക് കുറേ വുഡ് കളക്ട് ചെയ്യണം. മറ്റേ ഏതൊരു വുഡില്ലേ, വൈറ്റ് കളറുള്ള, അത് കളക്ട് ചെയ്യണം. പിന്നെ ഓക്ക് കളക്ട് ചെയ്യണം. ഓക്ക് തന്നെയല്ലേ വുഡ്. പിന്നെ ശോധ. അപ്പോൾ ഗൈസ് 2 ബെഡ്. എവിടുന്നോ ഡാമേജ് കിട്ടുന്നുണ്ടല്ലോ. കള്ളൻ ഇവിടുന്ന് ഗൈസ് ഡാമേജ് കിട്ടുന്നുണ്ടായിരുന്നു. ഇവ അമ്പ് പിടിയുന്നു. ഓർമ്മകൾ പോയി മറഞ്ഞു. ഇവിടെ ടോർച്ച് വയ്ക്കാം, അത് നല്ലത്. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ക്രീപ്പർ വന്ന് ഭരിക്കും. ഗൈസ്, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മറന്നു. നമുക്ക് മരം വെട്ടാണ്ട് കുറേ പണികളുണ്ട്. 1 മരം, 2 മരം, 3 മരം, 4 ഷീപ്പ്, 5 മരം. പിന്നെ വീഡിയോ ഇടാൻ വൈകിയത് വേറൊന്നുമില്ല, സ്കൂളുണ്ടായതുകൊണ്ടാണ്. കുറേ ഹോംവർക്ക് തരുന്ന ടീച്ചർമാർ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ പരമാവധി നടത്താൻ ശ്രമിക്കും. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അതാണ് കുറച്ച് സമയം എടുക്കുന്നത്. അതൊക്കെ പോട്ടെ, നമുക്ക് വുഡ് പെട്ടെന്ന് കളക്ട് ചെയ്തിട്ട് വീടുണ്ടാക്കാൻ തുടങ്ങാം. സോ ഗ്രൈൻഡ് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, കുറേ വുഡ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് വെച്ച വുഡും ഇതായിട്ട് മാറ്റിയാണ്. നമുക്ക് മാറ്റിയിട്ട് അത് വേറെ എവിടെയെങ്കിലും വെക്കാം. കാരണം നമ്മൾ ഇവിടെയാണ് ഗൈസ് വീടുണ്ടാക്കുന്നത്, മനസ്സിലായോ? ഞാൻ കുറേ ആലോചിച്ചു, മറ്റേ സ്ഥലത്ത് ഉണ്ടാക്കണമെങ്കിൽ നല്ലത് ഇവിടെ ഉണ്ടാക്കണത്. മറ്റേ സ്ഥലത്ത് കൃഷി ചെയ്യാൻ മാത്രമായിട്ട് നമുക്ക് ഉള്ള സ്ഥലമാക്കാം, അതായിരിക്കും നല്ലത്. പിന്നെ വേൾഡത്തെ ഫസ്റ്റ് വുഡ് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇവിടെ നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ഒന്ന് പണിയാം, അങ്ങനെ, മനസ്സിലായോ? അപ്പോൾ നമുക്ക് വീടുണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ഇവിടുത്തെ ഡേർട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഈ ദിവസം കഴിയാനായി. രാത്രി ആവുന്നതിന് മുമ്പേ ഇവിടുത്തെ കുറച്ച് ഡേർട്ടൊക്കെ എടുത്ത് കളയാം. സോ ഗൈസ്, നമ്മൾ ഇവിടുത്തെ ഡേർട്ടൊക്കെ ക്ലീൻ ആക്കിയിട്ട് വീടിൻ്റെ സ്ട്രക്ചർ ഇടുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. സ്ട്രക്ചർ ഇടുന്നുണ്ട് ഗൈസ്, ഇങ്ങനെയാണ് അവസ്ഥ. ഇപ്പോൾ അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല, ഇനി നിങ്ങൾ കണ്ടോ, വരാൻ കിടക്കണേ ഉള്ളൂ. 6, 7. Oh my god, bro. Oh, hell no, man. What the fuck? ഇനിയും വുഡ് വേണം, അപ്പോൾ വുഡ് കളക്ട് ചെയ്യട്ടെ. സോ ഇറ്റ്സ് ഡേ 6, 7 കേസ്. ഡേ 6 ആയിട്ടുണ്ട്. 6, 7. അപ്പോൾ ഗൈസ്, വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയൊരു മറ്റേ റവൈനോ അങ്ങനെ എന്തൊരു ഗെയിമുണ്ട്. സോ അയണിനൊരു ക്ഷാമവും വരില്ല എന്നാണ് തോന്നുന്നത്. വുഡ് കളക്ട് ചെയ്യട്ടെ ഗൈസ്. ഇതൊന്നും പോരാ, കുറേ വുഡ് ഇനിയും വേണം ഗൈസ്. പിന്നെ എൻ്റെ സൗണ്ടിന് പ്രശ്നമുണ്ട്, ജലദോഷമാണ് ഗൈസ്. അത് ചായ കുടിച്ചല്ല, ഞാൻ പറഞ്ഞില്ലേ, ജലദോഷമാണ്. സോ സാഡ് അബൌട്ട് മീ. പണിയോട് പണി, എന്താ ചെയ്യുക, കഷ്ടപ്പെടട്ടെ, നല്ല വീടുണ്ടാക്കണ്ടേ. ഇനി വീട്ടിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് ഉണ്ടാക്കട്ടെ. സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്.
ഇനി മുകളിൽ പണി. അമ്മേ എന്തൊക്കെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഗൈസ്. ഇപ്പം തന്നെ ഞാൻ ചത്തേനെ. ഞാൻ ചത്താലും കുഴപ്പമില്ല, എൻ്റെ വീട് ഇപ്പം തന്നെ ഫുള്ള് പോയേനെ. ഒരു ഭാഗം സെറ്റായിട്ടുണ്ട്. കുറേ നേരം ഈ കളിക്കും. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ സിമ്പിൾ, കുറച്ച് നേരമുള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയല്ലോ, അത്രേ ഉള്ളൂ. പക്ഷെ കുറേ ടൈം എടുത്ത് ഗൈസ്. വുഡ് ഇനിയും വേണം. കുറേ നേരം ഇതുമ്പോൾ കളിക്കാൻ തോന്നിയിട്ട്. പിന്നെ ഗൈസ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാവും അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുക. കാരണം സ്കൂളാണ്. പിന്നെ യെസ്. പിന്നെ ഗൈസ് ഞാൻ ഈ മൈൻക്രാഫ്റ്റ് ഈ സീരീസ് മാത്രമല്ല, ഞാൻ ചിലപ്പോൾ മറ്റേ സ്കൈ ബ്ലോക്ക്, 1 ബ്ലോക്ക് അങ്ങനത്തെ ഇതൊക്കെ കളിക്കും ഞാൻ. പക്ഷെ ഇപ്പോഴല്ല, ടൈം ആവട്ടെ അപ്പോൾ കളിക്കും ഞാൻ. ഇനി ഗൈസ് ഇങ്ങനെ ഈ റൂഫ് ഇങ്ങനെ വെക്കണം എല്ലായിടത്തും. ഈ വൈറ്റ് കളറിൻ്റെ ഒരു സൈഡ് ഫിനിഷായി, അടുത്ത സൈഡും ഫിനിഷായി. വൈറ്റ് കളർ വുഡില്ലേ, അതിനെയും വേണം. കുറച്ച് ഈ കളറ് വുഡും വേണം. ഇനി എല്ലാ വുഡും വെച്ചിട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി സ്റ്റെപ്പ് ഉണ്ടാക്കാം. അതാ കുറേ ആവശ്യമുണ്ട്. ആക്സ് പൊട്ടാനായി, നമുക്ക് പുതിയ ആക്സ് ഉണ്ടാക്കാൻ സ്റ്റോണ് കുറച്ച് കളക്ട് ചെയ്യട്ടെ. പിന്നെ ഗൈസ് ഷേഡർ ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലാഗാണ്. നമുക്ക് നോക്കാം, ലാഗില്ലാത്ത ഷേഡറൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഷേഡർ ഇടും. ഈ വൈബ്രൻ്റ് വിഷ്വൽസില്ലേ, അതിടാൻ പറ്റുന്നില്ല. അത് ലോയിലിട്ടാലും അത്യാവശ്യം ലാഗ് ഉണ്ടാവും. അത്യാവശ്യം നല്ല ലാഗ് കുറയും, പക്ഷെ രസം ഉണ്ടാവില്ല കാണാൻ. പിന്നെ എനിക്ക് ഷേഡറിനോട് അത്ര താല്പര്യമില്ല. കാരണം ഷേഡർ ഇല്ലാതെ കളിക്കുമ്പോൾ നല്ല സ്മൂത്താണ്. പക്ഷെ ഷേഡർ ഉണ്ടാവുമ്പോൾ ഒരു ചെറിയ സ്റ്റക്കൊക്കെ ഉണ്ടാവും. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ബൈ ദ വേ ഇത് 10ാമത്തെ ദിവസമാണ്. സോ വീട് കുറച്ചുകൂടി റെഡി ആകട്ടെ, എന്നിട്ട് കാണാം. റൂഫ് റെഡി. ഇനി വീടിൻ്റെ ഫ്രണ്ട് ഭാഗം അതുകൂടി ശരിയാക്കാണ്ട്. അങ്ങനെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുള്ള് സെറ്റ് ആയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് മുൻഭാഗം ഒന്ന് ഡിസൈൻ ആക്കിയിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഡിസൈനൊക്കെ ചെയ്യാനുണ്ട്. വീടിൻ്റെ ഉൾഭാഗം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ മുൻഭാഗം റെഡിയാക്കാനുണ്ട്. ഇതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞൊന്നുമല്ല, ഇനി ഡിസൈൻ ചെയ്യാനൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ ഏതെങ്കിലുമൊക്കെ എപ്പിസോഡിൽ ചെയ്യാം. മിക്കവാറും അടുത്ത എപ്പിസോഡിൽ മൈനിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതും കൂടിയുള്ള കേസ് കഴിഞ്ഞു. സോ ഉൾഭാഗം ഏകദേശം റെഡിയായി. ഇതൊന്നുമല്ല കേസ്, കുറേ പണി നീണ്ട് ബാക്കി. ഇതിനേക്കാളും ഇരട്ടിപ്പണി ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസൈനും കൂടി ചെയ്താൽ മതി. ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയാം. പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ലെങ്ത്ത് വളരെ കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഫുള്ളി ആ വീടുണ്ടാക്കലിൻ്റെ തിരക്കിലായിരുന്നു. ഇന്ന് ഞാനങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവർക്കും ബൈ.